അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ സംസാര ടിവിയുടെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഒരുപാട് കോണ്ടന്റ്സ് ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഫുഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിലാൻഡിൽ താമസിക്കുന്ന ബൂം ബാങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. അദ്ദേഹം മറ്റൊരു യൂട്യൂബ് വീഡിയോക്ക്, അത് നമ്മൾ ചെയ്ത വീഡിയോ അല്ല, നമ്മൾക്ക് പരിചയമില്ലാത്ത ആരോ ചെയ്തൊരു വീഡിയോ, റാൻഡം ആയിട്ടുള്ള വീഡിയോ, ആ വീഡിയോക്ക് പന്നിയിറച്ചി ബന്ധപ്പെട്ട വിഷയം, പന്നിയിറച്ചി കഴിക്കുന്നത് ശരീരത്തിന് ഹാനികരമാണ് എന്ന തരത്തിലുള്ള ഒരു വീഡിയോ, അതിന് റിപ്ലൈ എന്ന രീതിയിൽ അദ്ദേഹം കൊടുത്ത ചില ഭാഗങ്ങൾ, കുറച്ച് ഭാഗം മാത്രം എടുത്ത് അഡ്രസ് ചെയ്തിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അതിന്റെ റിയാക്ഷൻ ആണ്, അതിന്റെ റിപ്ലൈ ആണ്, റെസ്പോൺസ് ആണ്. അതേപോലെ തന്നെ ഇത് പാർട്ട് 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിന്റെ കൂടുതൽ വീഡിയോസ്, കാരണം ഒരുപാട് ആളുകൾ കാണുന്ന യൂട്യൂബേഴ്സ് ആണ് ഇവരൊക്കെ. അപ്പൊ ഇവരുടെയൊക്കെ വീഡിയോസ് മിസ്ലീഡായി പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളത് മറ്റുള്ളവർ കാണുമ്പോൾ അതിന് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അവര് ഉപയോഗിക്കുന്ന ഫാന്റസികളും അവർ ഉപയോഗിക്കുന്ന ചില മോക്കിംഗ് വേർഡ്സ് ഒക്കെ നമ്മളത് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ച് പാർട്ട് 1 എന്ന രീതിയിൽ മാത്രം കുറച്ച് വീഡിയോസ്, കുറച്ച് ക്ലിപ്സ് മാത്രം നമ്മൾ ഒന്ന് എക്സ്പോസ് ചെയ്യാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് പ്രൊഹിബിഷൻസ് ഉള്ളത് കൊണ്ട് ആണെന്നാണ് പറയുന്നത്. ഇത് പ്രതികരണമൊന്നുമല്ല, ഇത് എൻ്റെ ഈ ഒരു തോട്ടിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ്. മുസ്ലിംസ് പന്നി കഴിക്കാത്തത് റിലീജിയസ് ആയിട്ടുള്ള പ്രൊഹിബിഷനാണ്. ആരാണ് ഈ മുസ്ലിം? മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ മറ്റേ മനുഷ്യനിലൊന്നും പെടാത്ത ഏതോ ഒരു സ്പീഷീസ്, നിയാൻഡർതൽസ്. ഹിന്ദു എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ ആയിരിക്കാം. ഇനി ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഉറാങ്ങൂട്ടാൻ, മറ്റേത് ജൈനൻ എന്ന് പറയുന്നത് മറ്റേ ചിമ്പൻസി. ഓക്കെ, ഫസ്റ്റ് ക്ലിപ്പ് ഇതാണ്. അതായത് ഇദ്ദേഹം വീഡിയോ തുടങ്ങിയിട്ട് നമ്മൾ റിയാക്ഷൻ, അദ്ദേഹം പറയുന്നത് ഞാൻ റിയാക്ഷൻ ചെയ്യാൻ പോവുകയാണ്, റിപ്ലൈ കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഒരു കുറച്ച് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ക്ലിപ്പിലാണ്. ഇപ്പൊ ഫസ്റ്റ് ഭാഗം നമ്മൾ മാറ്റി വെച്ചത് അദ്ദേഹം വൈഫുമായി സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിന്റെ ഈ ഭാഗത്തിന്റെ ഇവിടെ കുറച്ച് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. ഇദ്ദേഹം പറയുന്നത് ആരാണ് മുസ്ലിം? ചിമ്പാൻസി ആണോ മുസ്ലിം? അല്ലെങ്കിൽ ഒരു ബുദ്ധമത വിശ്വാസി എന്ന് പറയുന്ന ഒരു ഹോമോസാപ്പിയൻ അല്ലെങ്കിൽ നിയാൻഡർതാല്, ഇങ്ങനെ ക്രിസ്ത്യൻസ് ഒരു നിയാൻഡർതാല്, അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യത്തില് ഇവിടെ ആരാണ് മുസ്ലിം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്. അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞ പോയിന്റിലേക്ക് പോകുന്നത്. മുസ്ലിങ്ങളെ വിശ്വസിക്കും, മുസ്ലിങ്ങളെ പന്നിയിറച്ചി കഴിക്കാത്തത് ഇസ്ലാം പറഞ്ഞത് കൊണ്ട് അല്ല, ആണ് എന്ന രീതിയിൽ ഒരു പറയുമ്പോൾ അത് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോ ആരാണ് മുസ്ലിം? അതെ, ആരാണ് മുസ്ലിം? ഇതില് അദ്ദേഹം മുസ്ലിമീങ്ങളെ എന്ത് ചെയ്യാണ്, വ്യത്യസ്ത ജീവവർഗങ്ങളായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ മതങ്ങൾ എടുത്തിട്ട്. അപ്പൊ അയാൾക്ക് ഐഡിയോളജി എന്താണെന്നും അതിന്റെ വ്യത്യസ്തത എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒറങ്ങുട്ടാനാണ്, അല്ലെങ്കിൽ ചിമ്പാൻസി, പിന്നെ അതേപോലെ തന്നെ നിയാൻഡർതാൻലീസും ഒക്കെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ പുള്ളിയുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അതാണ്. അതായത് വ്യത്യസ്ത ജീവവർഗങ്ങൾക്ക് വ്യത്യസ്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റൂ, ആഹരിക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. അല്ലാതെ എന്തല്ല, പുള്ളി മനസ്സിലാക്കുന്നില്ല ഐഡിയോളജിക്കൽ ഡിഫറൻസിന്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ. ഇപ്പോ ജൂതരെ സംബന്ധിച്ചിടത്തോളം ജൂതരും എന്ത് ചെയ്യുന്നില്ല, മുസ്ലിങ്ങൾക്ക് മാത്രം ഹറാമാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത്. ജൂതർക്ക് എന്തുണ്ട്, പന്നി ഹറാമാണ്, അവർ കോഷർ ഫുഡേ കഴിക്കുള്ളൂ, അവർക്ക് എന്ത് പറ്റില്ല, ഈ രീതിയിലുള്ള പന്നിയോ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മാംസം അവർക്ക് ഹറാമാണ്, നിഷിദ്ധാണ്. അവരൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഒട്ടക മാംസം കഴിക്കില്ല. നമ്മൾ ഒട്ടക മാംസം കഴിക്കുന്നതായോണ്ട് നിങ്ങൾ എന്തായാലും ഒട്ടക മാംസം കഴിക്കണമെന്ന് നമ്മൾ പറയില്ല. ബ്രാഹ്മൺസ് എന്ത് ചെയ്യില്ല, ഇത് ഈ പറയുന്ന വേറെ മീറ്റ് കഴിക്കില്ല, നോൺ വെജ് കഴിക്കില്ല. അപ്പൊ നമ്മൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, മാംസം കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും കഴിക്കണം എന്ന് നമ്മൾ പറയില്ല. അതുകൊണ്ട് നിങ്ങളൊരു വ്യത്യസ്ത ജീവവർഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചിമ്പാൻസിയാണ്, ഉറങ്ങുട്ടാനാണെന്ന് പറയില്ല. അയാളുടെ ലോജിക്ക് അങ്ങനെയാണ് പോകുന്നത്. അയാൾക്ക് എന്താണ് മുസ്ലിം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതാണ് അതിന്റെ ഫസ്റ്റ് ഉള്ള വിഷയം. അതായത് മുസ്ലിങ്ങളെ പന്നിയിറച്ചി കഴിക്കാതിരിക്കുന്നത് ഇസ്ലാം പറഞ്ഞത് കൊണ്ടാണ് എന്നൊരു വലിയൊരു പ്രശ്നമായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചിട്ട് പറയണോ, ആരാണ് മുസ്ലിം? ആരാ മുസ്ലിം? മുസ്ലിം ഒരു ഒരു ഹോമോസാപ്പിയൻസ് അല്ലെങ്കിൽ നിയാൻഡർതാല്, മറ്റേത് വേറെ ഏതോ ഒരു വിഭാഗം, മറ്റേത് പറഞ്ഞത് ചിമ്പാൻസി എന്ന് അദ്ദേഹം തന്നെ കമ്പയർ ചെയ്യുക. നമ്മൾ ആരും പറഞ്ഞിട്ട് ഇതൊരു ഫാരസിയാണ്. ഇവിടെയുള്ള ഒരു മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളും പറഞ്ഞിട്ടില്ല നമ്മള് ഒരു വർഗമാണെന്നോ പറഞ്ഞിട്ടില്ല. ഒരു വർഗമല്ല നമ്മൾ, സത്യത്തിൽ നമ്മളൊരു ആശയം സ്വീകരിച്ച ആൾക്കാരാണ്. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു ഏകദൈവം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ, അല്ലെ? അപ്പൊ ആ ഒരു വിശ്വാസം, ഒരു ആശയം എടുത്ത ആൾക്കാരെ നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന ആശയം സ്വീകരിച്ച ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അഥവാ ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അത് അറിയില്ല എന്ന് പറഞ്ഞത്, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ക്രൈസ്തവ വിശ്വാസ പ്രകാരമുള്ള യേശു ക്രിസ്തുവിനെയും അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ
അവരുടെ സഭ അതിനെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരെയാണ്, ആശയം സ്വീകരിച്ച ആൾക്കാരാണ് ക്രിസ്ത്യൻസ്. ജൂതന്മാരെന്ന് പറയുമ്പോൾ അവർ അവരുടെ ആശയം സ്വീകരിച്ച ആൾക്കാർ. ബുദ്ധമത വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ബുദ്ധന്റെ ആശയങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ള ആ ആശയത്തിൽ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരാണ് ബുദ്ധമത വിശ്വാസികൾ. വിശ്വാസികൾ എന്ന് പറയുമ്പോൾ, വിശ്വാസം എന്ന് പറയുന്നത് ഒരു വർഗമല്ല അത് അദ്ദേഹം അത് റെസ്ട്രിക്ഷൻസ് വെക്കുകയാണെങ്കിൽ നമ്മൾ വർഗമാകുകയാണെന്നുണ്ടെങ്കിൽ നിയോ ലിബറൽസ് വേറെ വർഗമാവും. കാരണം പറയുമ്പോ അവര് വേറൊരു വർഗമായി മാറുമല്ലോ. അവര് നമുക്ക് വേറെ പുള്ളി ഒരു സ്പീഷീസ് ആണെങ്കിൽ എല്ലാ ഒരു ഭക്ഷണം കഴിച്ചോളണം എന്നുള്ള എന്താണ് പുള്ളിയുടെ ആർഗ്യുമെന്റ് എന്ന് മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ബാക്കിയൂടി കേട്ടിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. ചിലപ്പോ ഇത് ഞാൻ വീഡിയോ കണ്ടിട്ടില്ല, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ തോന്നും. ചിലപ്പോ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ല, നമ്മൾ വേറെ ചോദിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ മുസ്ലിങ്ങൾ പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല എന്നുള്ളത് മതപരമായ ഒരു വിലക്കുണ്ട്. അത് മുസ്ലിങ്ങൾക്ക് ദൈവികമായി വരുന്ന ഒരു വിലക്കാണ്. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത്. നമുക്ക് ഇതിനെ ഒരു കാര്യം, പുള്ളി ഓഫീസിൽ പോകുന്നുണ്ട് എനിക്കറിയില്ല, കള്ളു കുടിച്ച് ജോലിക്ക് വരാൻ പാടില്ല എന്നൊരു നിയമം വെച്ചെന്ന് വെക്കാം. പുള്ളി ചോദിക്കുക, ആരാണ് നിങ്ങളുടെ ഓഫീസിലുള്ള മാനേജർ? നിങ്ങൾ ഉറാങ്കുട്ടാനാണോ? നിങ്ങൾ ചിമ്പാൻസി ആണോ? മനുഷ്യന്മാരല്ലേ? മനുഷ്യന്മാർ കള്ളു കുടിക്കൂലേ എന്നൊക്കെ പുള്ളി ചോദിക്കോ? അത്രയും ബാലിശമാണ് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്നുള്ളതാണ്. അതെ, ഒരു സിസ്റ്റം ഒരു നിയമങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ള സിസ്റ്റത്തിനകത്തുള്ള ആൾക്കാരുടെ ബാധ്യതയാണ് അവരെ സ്വീകരിക്കുമ്പോൾ. അത് പിന്നെ ആ ആൾക്കാരെ മൊത്തത്തില് വേർതിരിച്ചിട്ട് അവര് വേറെ വിഭാഗം നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ ആരും പറയുന്നില്ല. ഈ സത്യം എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഒരുപക്ഷെ വിശ്വാസികൾ ഒരിക്കലും പറയാത്തൊരു വാക്കാണ്. നമ്മൾ ഒരിക്കലും ഇപ്പം ഇവര് ക്രിസ്ത്യൻസ് വേറെ ഏതോ ഒരു കുറഞ്ഞ വർഗമാണ്, മുസ്ലിങ്ങൾ വേറെ ഏതോ, നമ്മൾ പറയില്ല. ഇത് ലിബറലിസത്തിന്റെ ഒരു പ്രശ്നമാണ്. തന്റെ ആദർശവും തന്റെ ആശയവും താൻ പറയുന്നത് അംഗീകരിക്കാത്തവരൊക്കെ വേറൊന്നാണ്, വേറൊരു അസ്തിത്വമാണ് എന്നുള്ളത്. ഇപ്പൊ മുമ്പൊരിക്കല് LGBT ആയിട്ടുള്ള ഡിസ്കഷനിൽ പിന്നെ ഈ കമ്മ്യൂണിറ്റിയെ അംഗീകരിക്കാത്തവരോ അല്ലെങ്കിൽ അവരെതിരെ സംസാരിക്കുന്നവരൊന്നും മനുഷ്യരല്ല എന്ന് പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകളൊക്കെ പ്രചാരണം നടത്തിയിരുന്നു. മനുഷ്യരല്ല. ഈ ലിബറലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഈ എത്തിസ്റ്റുകളുടെ ഒരു സ്വഭാവമാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും തങ്ങൾക്കെതിരെ പറയുന്നവരൊക്കെ വേറിട്ടൊരു അസ്തിത്വമാണ് എന്നുള്ളത്. അതിന്റെ ഒരു വേറൊരു രൂപമാണ് ഇയാൾ ഇത് പറഞ്ഞു വരുന്നത് മനസ്സിലാവണം. വേറൊരു ഉദാഹരണം ഉണ്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ ഒരു ഫാഷിസം, അതായത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരും പറയും BJPക്ക് വോട്ട് ചെയ്യരുത്, കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്. കോൺഗ്രസ്സുകാരും പറയും അപ്പർ രണ്ടും വോട്ട് ചെയ്യരുത്. അപ്പൊ ഇതന്നെ വേറെ വർഗമാണോ? പൊളിറ്റിക്കൽ പാർട്ടി അതൊരു ആശയമാണ്. ആശയം സ്വീകരിച്ച ആൾക്കാരെ ഇപ്പൊ നമ്മള് ഞാനിപ്പോ ലിബറൽസിന്റെ കാര്യം പറയുമ്പോൾ, ലിബറൽസിന്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അവർ ശബ്ദം ഉയർത്തിയ ഒരു അവരുടെ പ്രഖ്യാപന ഒരു വേർഡ് ഉണ്ടായിരുന്നു, മതം വിടൂ മനുഷ്യനാവൂ എന്നുള്ളത്. അതിനർത്ഥം എന്താ? മതവിശ്വാസികൾ മനുഷ്യരല്ല എന്നുള്ളതാ. നമ്മൾ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊന്നും, അല്ലെ? മതം വിടൂ മനുഷ്യരാകും എന്ന് പറയുമ്പോൾ മതം സ്വീകരിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇവിടെ. അവരൊന്നും മനുഷ്യരല്ല. അവർ മനുഷ്യരായിട്ട് വരണേ എന്ത് ചെയ്യണം? ഈ മതം ഒഴിവാക്കണം. ഇതെന്ത് വലിയ വർഗീയതയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സാധനം ഉണ്ടല്ലോ ഇത് എക്സ്ട്രീമിസ്റ്റ്, ഈ ലിബറലിസ്റ്റിന്റെ നവ ലിബറൽ ആശയക്കാരുടെ തലച്ചോറിന്റെ അകത്ത് കയറിക്കൂടി സാധനമാണിത്. നമ്മളൊരിക്കലും പറയാത്ത വാക്കുകൾ ഇവര് ഇപ്പൊ ഇദ്ദേഹം സംസാരിക്കുന്നത് മൊത്തം ഇമോഷണൽ ആയിട്ടാണ്. ഇദ്ദേഹം ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പോലും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വരുന്നത് വാക്കുകൾ വരുന്നത് കുറച്ചുകൂടി ഇങ്ങനെ ഇത്തരത്തിലുള്ള വാക്കുകളാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. തീർച്ചയായിട്ടും മുസ്ലിങ്ങള് പന്നിയിറച്ചി കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം നിരോധിച്ചത് കൊണ്ട് തന്നെയാണ്. അത് സംശയമൊന്നും വേണ്ട. ഇപ്പൊ ഇദ്ദേഹത്തിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ആ സംശയം വേണ്ട, നമ്മൾ എടുത്തു പറയാണ്, അങ്ങനെ തന്നെയാണ്. അത് കൃത്യമായിട്ട് നിരോധിച്ചിട്ടുണ്ട്. സൂറത്ത് മാഇദക്കകത്ത് അള്ളാഹ് കൃത്യമായി പറയുന്നുണ്ട്, പന്നിമാംസം, രക്തം, കുത്തിരി ചത്തത്, വീണ് ചത്തത് തുടങ്ങിയ ഒരുപാട് നിരോധനം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഇറച്ചിയാണെങ്കിൽ അത് കഴിക്കുമ്പോൾ ആ സാധനത്തിന് അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള ഒരു മാർഗം അതിലുണ്ട് കൃത്യമായിട്ട്. അതിനെ അറുത്ത് കഴിക്കണം, ചോര കളഞ്ഞ് കഴിക്കണം എന്നുള്ളതൊക്കെ മുസ്ലിങ്ങളുടെ വിശ്വാസമാണ്. അത് ആശയത്തിനകത്തുള്ള കാര്യമാണ്. അത് പന്നിയിറച്ചി കഴിക്കാതെ തീർച്ചയായിട്ടും അത് ഇസ്ലാം നിരോധിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, ഇനി വേറെന്താ ഫുദാടിയന്? സലാദിക്ക മൈക്ക് മ്യൂട്ടാ. അടുത്തതിലോട്ട് പോണോ ക്ലിപ്പ്? ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് എന്താ ആടിന്ന് പറഞ്ഞിരുന്നത്? വേറെന്താ പറഞ്ഞിരുന്നത്? ഇത് തന്നെ ആരാ മുസ്ലിം എന്ന് ചോദിച്ചു. പിന്നെ ഒന്നാമതായിട്ട് മറ്റേ അത് മറ്റേ സ്പീഷീസ് ഉറാങ്കൂട്ടാനാണോ ചിമ്പാൻസി ആണോ എന്ന് ചോദിക്കുന്നുള്ളൂ. എനിക്കൊന്ന് സെക്കൻഡ് പാർട്ട് ക്ലിപ്പിൽ അത് അദ്ദേഹം കുറച്ചുകൂടി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. വേറെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏത്? എന്താ ഇത് 2025 നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിന് പാരസെറ്റമോൾ വേറെ ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് തരുന്നുണ്ടോ? എല്ലാവർക്കും ഒരു മരുന്നല്ലേ?
എന്താണ് നേരെ അത് വെളുത്തില്ല അത് അത് 2025 വലിയൊരു അത് വലിയൊരു പോയിന്റാ. 2025 ഇനി നിങ്ങൾ മതം പറയരുത് കേട്ടോ. അപ്പൊ എന്താ സഹോദരൻ, ഈ മതം എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള മനുഷ്യന്മാർ സ്വീകരിക്കുന്ന ഒരു ആശയാണ്. അപ്പൊ മതമില്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ എന്താന്നുള്ളത് വേറെ ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ആശയം സ്വീകരിക്കണം. 2025 ആയാലും ഞങ്ങൾക്ക് ഈ ആശയം സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് എന്ത് നിയമം? ഫാസിസോ? ഫാസിസ്റ്റ് ഗവൺമെന്റോ? അല്ലെങ്കിൽ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും, ഞങ്ങളെ സൈഡിൽ ജീവിച്ചു പോയിക്കോട്ടെ, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഒരു വിശ്വാസി, ഒരാള് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആശയം സ്വീകരിക്കുമ്പോൾ അത് 2025 കലണ്ടർ നോക്കിയിട്ടല്ല. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റിട്ടോ പടച്ചനെ പെട്ടു, ഡിസംബർ കഴിഞ്ഞു 25 പെട്ടു, ഇനി തൊട്ടാക്കാൻ പറ്റില്ല എന്നുള്ള ആ ആശയം അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. നമ്മളങ്ങനെ കരുതുന്നില്ല. നമുക്ക് എപ്പോഴും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇഷ്ടമുള്ള ആശയം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ട്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഇദ്ദേഹം കൂടുതലായിട്ട് മദ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം മദ്യം ഒഴിച്ചുകൊണ്ട് ഭക്ഷണം ഒരുപാട് വിളമ്പുന്ന രീതിയിലുള്ള വീഡിയോസ് ഒരുപാട് കാണാൻ സാധിക്കും. മദ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസ് കാണാൻ സാധിക്കും. പിന്നെ അദ്ദേഹം ഭക്ഷണ കാര്യങ്ങളിൽ ഇപ്പോൾ പച്ച ഇറച്ചി കഴിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻ കാണാൻ സാധിക്കും. പച്ച ഇറച്ചി കഴിച്ചുകൊണ്ട്, മനസ്സിലായോ? ഒരുപാട് വീഡിയോസ് അതിനെ അല്ല, പ്രൊമോട്ട് അതെങ്ങനെ ചെയ്യുന്ന 2025 പച്ചിറച്ചി കഴിക്കുക? കാരണം പച്ചിറച്ചി പറഞ്ഞാൽ മനുഷ്യന്റെ പരിണാമപരമായി മനുഷ്യൻ ആദ്യത്തെ കാലഘട്ടങ്ങളിലാണ് പച്ചിറച്ചി കഴിച്ചത്. പിന്നെ പുരോഗമിച്ചില്ലേ? പുരോഗമിച്ച് അത് മനുഷ്യൻ മാത്രല്ല, ഉപയോഗിച്ച മനുഷ്യന്റെ തലച്ചോറ് പുരോഗമിക്കാനുള്ള ഒരു കാരണം എന്താണ്? പച്ചയിറച്ചി മാറ്റിയിട്ട് വേവിച്ചിറച്ചി അതെ കഴിച്ചു എന്നുള്ളതാണ്. അതെ അപ്പൊ അങ്ങനെ നാച്ചുറലായിട്ട് ആയ പ്രോസസ്. അപ്പൊ ഇയാള് 2025 അറിഞ്ഞില്ല തോന്നുന്നു. ഒന്ന് ഉടനെ ന്യൂസിലൻഡ് വിളിക്കണം, ജുനൈദ് അർജന്റായിട്ട് വിളിക്കണം. പുള്ളി അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. പച്ചിറച്ചി ഒക്കെ മാറി മനുഷ്യന് ഉപയോഗിക്കാൻ ഈ തുടങ്ങിയെന്നുള്ള റോമീറ്റ് വിവരമൊന്നും അറിയില്ല. കഴിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പല പഠനങ്ങളും ഉണ്ട്. അത് വേറെ വിഷയം, അതിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പല രാജ്യങ്ങളും അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലാഗ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ അപ്പൊ എന്താ അറിയോ, നമ്മള് ഇവിടെ പറഞ്ഞതിൽ ഒരു കാര്യം വസ്തുത ഉണ്ട്. ഈ പറഞ്ഞ പാരസെറ്റമോളിന്റെ വിഷയത്തിലെ, പാരസെറ്റമോളിന്റെ വിഷയത്തിൽ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ളു, അത് ലിബറൽസാ. കാരണം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ചില മരുന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ വീഗൻ എന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈവൻ വൈറ്റമിൻ ഇ, വീഗൻ. ഓരോ സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അത് വീഗൻസിന് വേണ്ടി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ വേറെ ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർക്ക് മാത്രമായിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ പുള്ളി അതുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ പറയാത്ത ഭാഗമില്ല. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്താണ് ഇത് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം തരും. സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു ആശയം സ്വീകരിച്ചു, അല്ലെ പോലെ ഞാൻ എന്റെ ആശയം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കണം, 3 ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യേണ്ടത്. ഞാൻ എങ്ങനെ ഇവിടെ ഭൂമിയിൽ വന്നു, ഓക്കെ, ഞാൻ ആരാന്നുള്ള ക്വസ്റ്റ്യൻ, ഞാൻ ഇവിടെ എന്തിൽ ജീവിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യന്, എന്റെ ലക്ഷ്യം എന്താന്നുള്ള ക്വസ്റ്റ്യൻ, പർപ്പസിനെ കുറിച്ച് 3 ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്ത് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ ബന്ധപ്പെട്ട് നമ്മൾ ആശയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇസ്ലാം എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ്, ഞാൻ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ്. അതും കൃത്യമായിട്ട് അള്ളാഹു ആദരിച്ച് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ഞാൻ. അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞു അയച്ചിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്റെ ലക്ഷ്യം എന്താ? ഇവിടെ നന്മയും, ഇവിടെ എങ്ങനെ ജീവിക്കണം, ഇവിടെ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ നന്മ ചെയ്തുകൊണ്ട് തിന്മ വിരോധിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പൊ എന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ആത്യന്തികമായിട്ടുള്ള പ്രതിഫലം. തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷയും, നന്മ ചെയ്ത് അതിനുള്ള പ്രതിഫലവും ലഭിക്കും. അപ്പോൾ എന്റെ ജീവിതം ഒന്ന് മാത്രമല്ല, ഇന്നൊരു ലൈഫ് എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തുനിന്ന് അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ വിജയിക്കണം എന്നൊരു ലക്ഷ്യം, വിജയമാണ് ലക്ഷ്യം, അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ആശയം സ്വീകരിച്ച ഒരാളാണ് ഞാൻ, മനസ്സിലായോ? അപ്പൊ ഈ ഒരു ആശയം സ്വീകരിച്ചതിന്റെ പേരിൽ എന്റെ ഫിസിക്കൽ ചേഞ്ചസ് വരും എന്നുള്ളത് നമുക്ക് ബാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ആശയം സ്വീകരിച്ചതോടുകൂടി ഞാൻ നാളെ അങ്ങോട്ട് പാരസെറ്റമോൾ ഗുളിക കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫലിക്കാത്ത അവസ്ഥ വരുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഞാൻ ഒരു ഡോക്ടറെ കാണാൻ പോയ സമയത്ത്, നീ മുസ്ലിമാണ്, ഓക്കെ, അപ്പൊ 500 NG പോലെ 1000 NG വേണം, തരില്ല എനിക്ക്. അങ്ങനെ ആവശ്യമില്ലല്ലോ. ആശയം എന്ന് പറയുന്നത് മനുഷ്യൻ സ്വീകരിക്കുന്നത് വേറെ കാര്യത്തിനാണ്, വേറെ പർപ്പസിനാണ്. ഈ മരുന്ന് കഴിക്കുന്നത് വേറെ പർപ്പസിനാണ്. അപ്പൊ ഇത് കൂട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ സത്യത്തിലെ ഒരു അറിവില്ലായ്മയുടെ ഭാഗമാണ്, അല്ലെ സലാമുദ്ദീൻ? ശരിക്കും ആദ്യം തീർച്ചയായിട്ടും. മാത്രമല്ല, ഇദ്ദേഹം പറഞ്ഞത് 2025 പിന്നെ പാരസെറ്റമോൾ സെപ്പറേറ്റ് അല്ല, അത് ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഭക്ഷണം അങ്ങനെ തന്നെയാണ് എന്നാണ്. സത്യത്തിൽ ഇദ്ദേഹം മതം എന്താണ് എന്നുള്ള ബേസിക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഇത് എങ്ങനെ നമ്മുടെ മെറ്റബോളിസം എന്താണെന്നോ, അത് എങ്ങനെ ബോഡിയിൽ വർക്ക് ചെയ്യണമെന്നോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും മരുന്നായാലും അത് നമ്മുടെ ബോഡി, ശരീരം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമ്മൾ ആരും ഇത് സയന്റിഫിക്കലി റോങ് ആണ്, ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട്, അതുകൊണ്ട് പന്നി ഇറച്ചി ഉപേക്ഷിക്കുക എന്നല്ല പറഞ്ഞത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, മുസ്ലിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാമാണികമായിട്ടൊരു കാര്യം ഖുറാനിലോ ഹദീസിലോ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാനാണ്. അത് പിന്നെ അതിൽ ശാസ്ത്രീയത ഉണ്ടോ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമുണ്ട്, പഠനങ്ങൾ ഉണ്ടാവാം. ഇപ്പൊ നോമ്പ് എടുക്കുന്നതിന് ശാസ്ത്രീയമായ ഗുണങ്ങൾ ഉണ്ടാവാം, ഉണ്ടായാലും ഇല്ലെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. എന്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചോ അത് പിന്നെ വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിങ്ങളെ ചെയ്യുന്നത്.
ഇനി അതിന്റെ മെറ്റബോളിസം നോക്കിയിട്ട് പാരസെറ്റമോൾ വർക്ക് ചെയ്യണമായിട്ട് തന്നെയാണ്, അപ്പൊ വേറെ പാരസെറ്റമോൾ ഇല്ല, അതുകൊണ്ട് പന്നിയിറച്ചി കുഴപ്പമില്ല എന്നുള്ള ആർഗ്യുമെന്റ് ഇദ്ദേഹത്തോട് വിനീതമായി പറയാനുള്ളത് 2005 മതം എന്താണ് എന്നുള്ളത് അതിന്റെ പ്രാഥമികമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം മതത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് മാത്രമാണ്. അല്ല, അത് ഒരു കാര്യത്തിൽ ഐഡിയ ഉണ്ട്. 2025 ഇത്രയും കാലം ജീവിച്ചു അല്ലെ. ഇപ്പൊ നമ്മള് എന്തായാലും മരിച്ചു, മരണം സത്യമാണല്ലോ. ഞാൻ നിങ്ങൾ എല്ലാവരും മരിച്ചു. അപ്പം ഇത്രയും കാലം ജീവിച്ചില്ലേ, സ്വന്തം സുഹൃത്തുക്കൾ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടാവും. ഏറ്റവും മിനിമം അവരോട് ചോദിക്കുമായിരുന്നു നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് ചോദിക്കാനെങ്കിലും സമയം, ഒരു 10 മിനിറ്റ് സമയമുള്ളൂ. അതുപോലെ അദ്ദേഹം ചെലവാക്കിയിട്ടില്ല. അദ്ദേഹം സ്വന്തം വീട്ടിലിരിക്കുന്ന ബൈബിൾ, ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തിൽ വന്ന വ്യക്തിയാണ്. സ്വന്തം വീട്ടിലിരിക്കുന്ന ബൈബിൾ വായിച്ച് പഴയ നിയമം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കാണാൻ സാധിക്കും പന്നിയിറച്ചി നിരോധിച്ചതായിട്ട് അതിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുപോലെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയുന്നത്, കമന്റ്സ് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് പിന്നെ സയൻസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നിങ്ങൾ ദൈവം പറഞ്ഞാൽ സ്വീകരിക്കല്ലോ എന്നുള്ളത്. ദൈവം ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ കമന്റ് ഇടാൻ പോകുന്ന ആൾക്കാരോട് ഇതോട് കേട്ടിട്ട് കമന്റ് ഇട്ടാൽ മതി. അതായത് ദൈവം ഉണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഞങ്ങൾ 100% ട്രൂത്ത് ആണ് വിശ്വസിക്കുന്നത്. ദൈവം ഉണ്ട് എന്നുള്ള ട്രൂത്ത് ആണ്, കംപ്ലീറ്റ് ട്രൂത്ത് ആണ്. അപ്പൊ പഠിച്ച തമ്പുരാൻ ഉണ്ടെങ്കിൽ ആ ദൈവം ഞങ്ങളോട് പ്രവാചകന്മാർ മുഖേന വഹിയിലൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് നിയമങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നെ ഞങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രപഞ്ചം സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച, എന്നെ നിയന്ത്രിക്കുന്ന, എന്നെ കണ്ണ് ഡിസൈൻ ചെയ്തിട്ടുള്ള, എന്റെ DNA ഡിസൈൻ ചെയ്തിട്ടുള്ള, എന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, പ്രപഞ്ചം മുഴുവൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, മൊത്തം നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ചനാഥന് ഉണ്ട്. ആ നാഥനാണ് ഞങ്ങൾക്ക് പ്രവാചകന്മാർ മുഖേന സംസാരിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നീട് അവിടെ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ, ലോജിക്കലി ആവശ്യമില്ലല്ലോ അല്ലെ. അതെ, അപ്പൊ പിന്നെ അവിടെ തീർന്നു. അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാ ഞങ്ങൾ പറഞ്ഞത് സയൻസിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. പഠിച്ച തമ്പുരാന് പറഞ്ഞ കാര്യമാണ്. ഖുറാനിലൂടെ നിങ്ങൾ പന്നിയിറച്ചി കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഒരു എക്സ്ട്രീം കണ്ടീഷൻസിൽ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു ഭക്ഷണം കഴിക്കാനില്ല, ഒരു ജീവി പോയി പെട്ടുപോയി, ഒരു ജീവിയോടെ അല്ല, ആ ഒരു പന്നി മാത്രമേ ഉള്ളൂ, വേറെ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിനെ കഴിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. ജനറൽ കണ്ടീഷൻസിൽ അത് കഴിക്കാൻ അനുവദിക്കപ്പെട്ട കാര്യം തന്നെ അല്ല അത്. അതാണ് അത്രേ ഉള്ളൂ. ഈ കമന്റ് വരാൻ സാധ്യത ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു റിപ്ലൈ, അത് അത്രേ ഉള്ളൂ. അല്ലെ താഴെ കമന്റ് വരും ഫുള്ള്. ഇനി ഈ കമന്റ് ഇട്ടാലുണ്ടല്ലോ നിങ്ങൾ റിയാക്ട് ചെയ്യട്ടോ, വേറെ കാര്യം പറയാം. ഈ കമന്റ് അടുത്ത വീഡിയോയിലോട്ട് പോയാലോ? പെട്ട എല്ലാ മതവും ഇതാണ് ചെയ്യുന്നത്. വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിക്കരുത്, വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കഴിക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും ആ പ്രശ്നം ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ നോക്കണമല്ലോ. ഇത് ഏതോ വേറെ സ്പീഷീസിൽ പെട്ട എല്ലാ മതവും ഇതാണ് ചെയ്യുന്നത്. ഇതിലെ സത്യത്തില് ഒരു ഫാസിസ്റ്റ് ലെവലിലുള്ള സംസാരമാണ്. ഇപ്പൊ അദ്ദേഹം ചിലപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ കുറ്റം പറയില്ല, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറയണം എന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മള് ഇത് പറയുമ്പോൾ ഇദ്ദേഹം അറിഞ്ഞുകൊണ്ട് പറയുന്ന ചില പൊതുബോധങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ അതൊക്കെ. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനൊരു ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാം. അപ്പൊ ഞാൻ ഒരു ഭക്ഷണം, അല്ലെങ്കിൽ എന്റെ വിശ്വാസം അനുസരിച്ച് ഒരു ഭക്ഷണം നിരോധിക്കപ്പെട്ടു, ഞാൻ കഴിക്കുന്നില്ല, ഒരു ഭക്ഷണം കഴിക്കുന്നില്ല. വേറൊരു സഹോദരനെ അവനത് കഴിക്കുന്നുണ്ട്, ഞാൻ അവനെ ശല്യപ്പെടുത്താൻ പോകുന്നില്ല, ഞാൻ എന്റെ ഭക്ഷണം കഴിക്കുന്നുമില്ല. ഓക്കെ, അപ്പൊ അവിടെ തീർന്നു. അല്ലാതെ അവൻ കഴിക്കുന്നുണ്ടല്ലോ, അവന് സങ്കടം വരില്ല. ഇപ്പൊ ഞാൻ ഇന്ന് ഇറച്ചി ഇങ്ങനെ, അല്ലെ ഞാനൊന്ന് ഇറച്ചി കഴിക്കാതിരിക്കാന്ന് വിചാരിച്ചു, അപ്പുറത്ത് തന്നെ ഇറച്ചി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ചോദിക്കുകയാണ്, എടാ അങ്ങനെ നീ ഇറച്ചി നിരോധിക്കപ്പെട്ടില്ലേ, നീ ഇറച്ചി കഴിക്കുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇറച്ചി നിരോധിച്ചു, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറയാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നീ കഴിക്കണം. അത് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയല്ല പറയേണ്ടത്. അപ്പൊ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും ഭക്ഷണം അത് കഴിക്കുന്നുണ്ടോ, ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും. അത് പക്ഷേ ഇസ്ലാം നിരോധിച്ചു. ഇസ്ലാമിന് ലഹരി നിരോധിക്കാനുള്ള അവകാശമുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾക്ക് ആ മതം അനുസരിച്ച് ലഹരി ഉപയോഗിക്കാതെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. മദ്യം നിരോധിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അങ്ങനെ കുടിക്കുന്ന ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് കൊക്കക്കോള, പെപ്സി പോലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രിങ്ക്സ് ആണ് ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത്, വൈൻ എന്ന് പറയുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ്, ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഈ സാധനത്തിന് ഒരു പെർസെന്റേജ് ആൾക്കാരെ കുടിക്കുന്നില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സങ്കടം വരും നിങ്ങൾ കുടിക്കാതിരിക്കുമ്പോൾ. നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ കരയണ്ട, ഞങ്ങൾ കുടിക്കുന്നില്ല, ഞങ്ങൾ ശല്യപ്പെടുത്തണം, ഞങ്ങൾ കുടിക്കാതിരിക്കുന്നു, നിങ്ങൾ കുടിക്കുന്നു. നിങ്ങൾ കുടിക്കണേ കുടിച്ചോ, വി ഡോണ്ട് കെയർ. പക്ഷെ ആ സാധനം നമ്മൾ തെറ്റാണെങ്കിൽ, ദോഷമാണ് നമ്മൾ പറയും. അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ കുടിച്ചോണ്ടിരിക്കുമ്പോൾ നിങ്ങളെ വായന കുപ്പി പിടിച്ച് വലിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇപ്പൊ നിങ്ങൾ പന്നിയിറച്ചി കഴിക്കുമെന്ന് വിചാരിച്ചോ, നിങ്ങൾ പന്നിയിറച്ചി കഴിച്ചോ, ഞാൻ പന്നിയിറച്ചി കഴിക്കുന്നില്ല അത് കരുതിയിട്ട് എന്നോട് നിങ്ങൾ കഴിക്കാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പന്നിയിറച്ചി, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇറച്ചി പന്നിയിറച്ചിയാണ് കേട്ടോ, അത് മനസ്സിലാക്കണം. 2ാം സ്ഥാനമേ ഉള്ളൂ ചിക്കന്, 3ാം സ്ഥാനം ബീഫ്, 4ാം സ്ഥാനം ഗോട്ട് എന്നാണ് ഞാൻ ഒരു കണക്ക് കണ്ടത്.
പന്നിയിറച്ചി ലോകത്തിൽ എല്ലാവരും കഴിക്കുന്നുണ്ട്, ചൈനക്കാർ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഒരു ചെറിയ കൂട്ടം ആൾക്കാർ കഴിക്കാതിരിക്കാൻ ഉള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല. അങ്ങനെ പറയരുത്, അത് ശരിയായ നടപടിയില്ല. നിങ്ങൾ നമ്മളൊക്കെ വലിയ ഈ എന്താ പറയാ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ പിന്നെ അങ്ങനെ പറയേ ചെയ്യരുത്. അവർ എടുത്തോട്ടെ, ഇവര് വലിയ ജനാധിപത്യവാദികളായിട്ട് പറയുമ്പോ ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ സെൻസ് എന്താ? ഏറ്റവും അവസാനത്തെ പൗരനെയും കേൾക്കണം എന്നുള്ളതാണ്. അതെ. ഇവരുടെ ആശയമാണത്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? അതിനോട് കൂറ് പുലർത്തേണ്ട ഇവരാണ്. ഇവര് മെജോറിറ്റി എന്താണോ പറയുന്നത് അത് ബാക്കിയുള്ള ആൾക്കാരും അടിച്ചേൽപ്പിക്കണം എന്നാണ് ഇയാൾ പറയുന്നതിന്റെ ആവശ്യം. കാരണം ഞങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ നിങ്ങൾ മാത്രം കഴിക്കാതിരുന്ന എന്താ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതെന്താണ്? അത് പക്ക ഫാസിസാണ്. കാരണം ഇയാൾ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതൊരു ലഹരി ഉപയോഗിക്കുന്ന, ഒരു ലഹരി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാള് ആണ് സംസാരിക്കുന്നത് വെക്കുക. അപ്പം വേറൊരാള് പറയാണ് ലഹരി കഴിക്കാൻ പാടില്ല. അതിപ്പം ലഹരി കഴിക്കുന്ന ആൾക്ക് പ്രശ്നമാവുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് പന്നി കഴിക്കണ്ട എന്ന് പറയുമ്പോൾ അത് കഴിക്കുന്ന ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഭയങ്കര ആശങ്കയാണ്. ഇത് വേറെ ഏതോ സ്പീഷീസിലുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ഇത് അനലോജി നിലക്ക് വെച്ചാല് അപ്പൊ ഇങ്ങനെ പറഞ്ഞൂടെ, അപ്പൊ കള്ള് കുടിക്കരുത് അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുക. ഇപ്പൊ കള്ള് അദ്ദേഹം കുടിക്കുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും ലഹരി വസ്തുക്കളാവാം. ഉപയോഗിക്കുന്ന ഒരാൾക്ക് പ്രശ്നമാവില്ല. അപ്പൊ പിന്നെ ഇയാൾ എങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തം മക്കളോട് പറയാ? ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് വിഷമാവൂലേ? അപ്പൊ നിങ്ങൾ വേറെ ഏതോ സ്പീഷീസിലുള്ള ആളാണെന്ന് ചോദിച്ചാൽ സിഗരറ്റ് അടിക്കുന്ന ആൾക്കാരെ സിഗരറ്റ് എടുക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിച്ച ഒരു ഉത്തരം അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ കേട്ടോ. ഏട്ടാ നിങ്ങൾ സിഗരറ്റ് ബീഡി വലിക്കരുതെന്ന് പറഞ്ഞാൽ എന്റെ വലിയപ്പ വലിച്ചോണ്ട് തന്നെ ഇരുന്നു. 85 വയസ്സിലാണ് മരിച്ചത്. അടുത്ത ആളത്ത് വെച്ച പറയും ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു എന്റെ അടുത്ത് താമസിക്കുന്ന ആള് പറഞ്ഞ കഥയാണ്. ആള് ഫുൾ വലിയ അതിന് പുള്ളിക്കാരൻ സിഗരറ്റ് വലിക്കരുത് എന്ന് പറയുമ്പോൾ ആള് പറഞ്ഞ ഉത്തരാണിത്. അപ്പൊ എന്താ പറഞ്ഞു വെച്ചാല് സിഗരറ്റ് വലിക്കാൻ നിർത്താൻ വേണ്ടിയിട്ട് ഒരാളെന്ത് ചെയ്തു, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത്ര നിങ്ങൾ സിഗരറ്റ് നിർത്തണം എന്ന് പറഞ്ഞു, അതായത് നിങ്ങൾ വേഗം മരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ പറയാണ് കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ ഡോക്ടർ മരിച്ചിരിക്കുന്നു, ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾ മരിച്ചിട്ടില്ല. അപ്പൊ ഒരു കുഴപ്പമില്ല, മനസ്സിലായെങ്കിൽ. അതുകൊണ്ട് ചില ആൾക്കാർ വലിക്കുന്നുണ്ട്, ആൾക്കാർക്ക് എന്തെങ്കിലും ബാധിക്കുന്നില്ല, അങ്ങനെ ഒന്നും കാണുന്നില്ല, കുറച്ച് ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക് അത് നിർത്താനോ കഴിക്കാതിരിക്കാനുമുള്ള അവകാശം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബാക്കി പന്നിയിറച്ചി കുറെ ആൾക്കാർ കഴിക്കുന്നുണ്ട്, ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പന്നിയിറച്ചി, ഓക്കെ, സമ്മതിച്ചു. പന്നിയിറച്ചി കഴിക്കുമ്പോൾ ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് വിചാരിച്ചു, ഉണ്ടാവുന്നില്ല എന്നല്ല വിചാരിച്ചു, പ്രശ്നമല്ല, നല്ല സുഖമാണ്. പന്നിയിറച്ചി കഴിക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല ഉറക്കം കിട്ടും, ഒരു കുഴപ്പമില്ല, നല്ല ടോയ്ലറ്റിൽ പോയി അടിപൊളിയിട്ട് പോവുകയും ചെയ്യും, ഒരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ പോലും ഞങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ അവകാശം ഉണ്ട്. തീർന്നല്ലോ. അല്ലാന്ന് പറയാൻ പറ്റുമോ? അല്ലാന്ന് പറയട്ടെ, അപ്പൊ നോക്കാം, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ പറയുമ്പോൾ അതിനുള്ള റീസൺ പറയണം, എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയണം. നേരത്തെ പറ വേറെ സ്പീഷ്യസ് ആണെന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അല്ല, അത് അസുഖം വേറേതാണ്, അത് അദ്ദേഹത്തിന്റെ അസുഖം വേറെ തന്നെയാണ്. ഇതിപ്പോ അദ്ദേഹം ആവർത്തിക്കാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേൾക്കുന്ന ഉമ്മമാരായിട്ടുള്ള ആൾക്കാരോടും അതേപോലെ തന്നെ പാരന്റ്സിനോടുമാണ്. കാരണം കുട്ടികളാണ് ഈ കോണ്ടന്റ്സ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഇത് കുക്കിംഗ് ആണെന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ കാണുന്നത്. ഇവർ ഇയാൾ ഈ പറയുന്ന കഥകളും അതേപോലെ തന്നെ തെറികളൊക്കെ ഈ കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്യണം. അതേപോലെ തന്നെ ഇത്തരം കണ്ടന്റുകളിൽ നിന്ന് കിട്ടുന്ന എന്താണ്, ഒരു മോറൽ വാല്യൂ ഉള്ള ഒരു കുട്ടിയായി വരുന്നതിന് പകരം ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ അവർക്ക് ചെറുപ്പത്തിലെ എന്ത് ചെയ്യണം, ഇട്ടുകൊടുക്കുകയാണ്. പലപ്പോഴും ചെറിയ കുട്ടികളൊക്കെ തെറി വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബൂംബാങ് ഉണ്ടാവും. കാരണം അങ്ങനെയാണ്, നമുക്ക് സ്വാഭാവികമായിട്ടും കാണാൻ പറ്റും ഇയാളുടെ തെറികളാണ് അവരെന്ത് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അല്ലെ ജുനൈദ്, ഈ വീഡിയോയിൽ തന്നെ അയാള് തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ പൊതുവെ അയാൾ എന്താണ്, കമന്റ് ബോക്സിലൊക്കെ തെറി വിളിക്കുന്ന ആളാണ്. പിന്നെ അതേപോലെ തന്നെ പല ലഹരി വസ്തുക്കളെ എന്ത് ചെയ്യുന്നതാണ്, പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മക്കളുടെ ഹിസ്റ്ററിയിൽ ഇതുണ്ടോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അത് നന്നായിരിക്കും. യൂട്യൂബ് ചാനലിലുള്ള എല്ലാ യൂട്യൂബ് വീഡിയോസും കുട്ടികളെ കാണിപ്പിക്കണം നിയമമൊന്നുമില്ല. നിങ്ങൾ കുട്ടികൾക്കൊന്നും അത് ഫോണോട് നിർത്തുന്നു, അത് കാര്യം എനിക്ക് പറയാനുള്ളതാ. ഇപ്പൊ കാണുന്നുണ്ട് വിചാരിച്ചു, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മദ്യം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വൈൻ ഒഴിച്ചുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, വൈൻ്റെ കുപ്പി അടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് അധികം ചെയ്യാറുള്ളത്. കമന്റില് പോർക്ക് ഇസ് ഹറാം എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, മുസ്ലിങ്ങളല്ലാത്ത ലിബറൽസ് മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ട് പോർക്ക് ഹറാമാണെന്ന് പറയുമ്പോൾ കമന്റ് റിപ്ലൈ കൊടുക്കുന്ന ആള് പോർക്ക് ഹരമാണെന്ന് പറഞ്ഞിട്ട് ആള് മോക്കിയ, ഡബിൾ മോക്കിയ. ഒരാളെ മോക്ക് ചെയ്യുമ്പോൾ അതിന് താഴെ പോയിട്ട് വീണ്ടും മോക്കിയ. അത് രസം, അത് സുഖം അതൊരു സുഖമാണ് ഒരിക്കൽ ചെയ്യുമ്പോൾ. മനസ്സിലായത് നിങ്ങൾക്ക്? കമന്റ് ചെയ്യുമ്പോൾ സുഖം കിട്ടുന്ന ആൾക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇപ്പോൾ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരാണിത്. അപ്പൊ ഇങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വീഡിയോസില്
വൾഗർ വേർഡ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു ന്യൂസിലാൻഡ് പൗരനാണെന്ന് വിശ്വസിക്കുന്നത്, പൗരത്വം എടുത്തിട്ടുണ്ടാവും. എന്നാൽ പോലും ഇദ്ദേഹത്തിന്റെ വീഡിയോസ് കാണുന്ന മലയാളികളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോസിൽ ഇദ്ദേഹം ഉപയോഗിക്കുന്ന ബാഡ് വേർഡ്സ് സ്വാഭാവികമായിട്ട് കുട്ടികളെ ബാധിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ലിബറൽസിനോട് കൂടി അതാണ് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ മക്കള് നാളെ വളരെ മോശം വേർഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരായി മാറണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ബഹുഭൂരിപക്ഷെ ഇത്തരം കോണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുക എന്താണ് വലിയ ആൾക്കാരെ, ഗ്രോണപ്പ് ആയിട്ടുള്ള ആൾക്കാരെക്കാൾ കുട്ടികളാണ്. കാരണം അവർക്കാണ് ഇങ്ങനത്തെ ഹണ്ടിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു എതിർപ്പുണ്ട് ഈ പറഞ്ഞതില്. നമ്മൾ ആരോടും മോശം വാക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ കള്ളു കുടിക്കാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കാൻ പറ്റില്ലെന്നോ നമ്മൾ പറയാൻ അവർ വേറെ സ്പീഷീസ് ആണോ? അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഇവന്റെ ലോജിക് പ്രകാരം. അല്ല അങ്ങനെയാണെങ്കിൽ സോറി, ഞാൻ മാപ്പ് പറഞ്ഞിരിക്കുന്നു. എനിക്കെത്ര പറയാനുള്ളൂ. അപ്പം ആ മോശം വാക്ക് ഉപയോഗിക്കാൻ ഇദ്ദേഹത്തിന്റെ വീഡിയോ മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ അദ്ദേഹത്തിനോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, സഹോദര, നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾ ആ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ചിലപ്പോ ഇനിയിപ്പോ ദേഷ്യം കൂടിയിട്ട് വീണ്ടും നല്ല തെറി പറയുന്ന വീഡിയോ, എന്നാൽ പച്ചത്തെറി പറയുന്നതെന്ന് പറഞ്ഞിട്ട് തമിഴിലും കൊടുത്തിട്ട് പറയണ്ട. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കേൾക്കും വേണ്ട. എനിക്ക് വേറൊന്നും പറയാനില്ല. മുളക് കുമ്പന്മാര് അതിനെടുത്ത് പറയണമല്ല, ഒരു കമ്മ്യൂണിറ്റി പറയണം ഈ സാധനം കഴിക്കരുത്, അത് ഇന്ന പ്രശ്നമുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പച്ചമലയാളത്തിൽ പറഞ്ഞ കുമ്പന്മാരായി. മുളക് കുമ്പന്മാര് അണ്ണൻ എന്ത് ചെയ്തു? അണ്ണൻ എന്താ ആദ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു, പോർക്കിനെ തന്നു, പശുവിനെ തന്നു, ഇതിനെ തന്നു, ഇതിനൊക്കെ തിന്നോളം പറഞ്ഞു അല്ലേ? നമുക്ക് എല്ലാ ജീവിക്കും ആ ജീവിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാലോ. പശു പോയിട്ട് പുല്ല് തിന്നുമ്പോൾ ഏത് പുല്ല് തിന്നണം, ഏത് പുല്ല് തിന്നണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം പശുവിന്. എല്ലാ ജീവിക്കും അറിയാം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി എടുത്ത കാര്യമാണ് പന്നി. ഇതൊക്കെ നമ്മുടെ ജീനോമിൽ കോഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്താ തിന്നണ്ടേന്നുള്ളത് അത് നമുക്ക് തിന്നാൻ തോന്നണേ. അല്ലാത്ത ഭക്ഷണം കഴിക്കൂ, പുളിക്കൂ, നമ്മളെ തൊടില്ല. അത് നമുക്ക് പിന്നെ നോൺസെൻസ് അറ്റ് എക്സ്ട്രീം എന്നൊക്കെ പറയാം. നോൺസെൻസ് അറ്റ് എക്സ്ട്രീം, ബേസിക് ബയോളജി പോലും അറിയാതെ അദ്ദേഹം എന്താ പറഞ്ഞ അണ്ണൻ അല്ല, അദ്ദേഹം ഉദ്ദേശം എന്താണ്? ദൈവം എല്ലാം ഒരുക്കി വെച്ചെന്നാണോ? അദ്ദേഹം പറയണത് സയൻസിന്, അതായത് ഇപ്പോ സയന്റിഫിക്കലി പോർക്ക് കഴിക്കുന്നത് ചില രോഗങ്ങൾ വരുത്തും എന്നൊരു വീഡിയോ ചെയ്തപ്പോ അതിന് റിയാക്ട് ചെയ്യുന്നതാ. അതിന്റെ സന്ദർഭം മനസ്സിലാക്കണം. റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കാര്യം പറയുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് അന്വേഷിക്കാൻ പറ്റിയ അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. അതാണ് ഈ വിഷയം, ടോപ്പിക് അതാണ്. പക്ഷെ അദ്ദേഹം തുടങ്ങി വെച്ചതിന് അൾട്രാ ബ്ലണ്ടർ സയൻസാണ്. അതാണ് ഏറ്റവും കോമഡി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ തപ്പും, അതാണ് ആലോചിക്കുന്നത്. പശുവിന് മനസ്സിലാവും ഏത് പുല്ല് തിന്നുണ്ടാവും. അതേപോലെയാണ് മനുഷ്യര്. ഓക്കെ, പശുവിന്റെ കുട്ടി, ഒരു പശുക്കുട്ടി അത് പ്രസവിച്ച ഉടനെ തന്നെ അതിനറിയാം എന്താണ് കഴിക്കുക, എന്താണ് ചെയ്യേണ്ടത്, നടക്കാൻ അറിയാം, പാല് കുടിക്കാൻ അറിയാം. മനുഷ്യർ എങ്ങനെയാണോ? എനിക്ക് എത്രത്തോളം വിവരക്കേട് എവിടുന്നാ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞത് ജനറ്റിക്കലായിട്ട് കോഡ് ചെയ്തിട്ടുണ്ട്. ജനറ്റിക്കലി കോഡില്ല, ജെനറ്റിക്സിൽ അങ്ങനെ ജനറ്റിക് കോഡ് ഇല്ല, ബയോളജിയിൽ ഇല്ല. ഇനി വേറെ ഏതെങ്കിലും എനിക്കൊന്ന് വേറെ എന്തെങ്കിലും സ്പീഷീസ് ആണ് അദ്ദേഹം. പിന്നെ അയാള് പറഞ്ഞത് എന്ത് പൊളിക്കും കഴിക്കും എന്നൊക്കെയാണ്. തക്കാളി പൊളിക്കും, അത് എന്ത് അതിൽ ആസിഡ് ഉള്ളതുകൊണ്ടാണ്. അതില് വേറെ സംഗതി, ഈ പുളി ചില ആളുകൾക്ക് പിന്നെ ജനറ്റിക്കലി അങ്ങനെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് പുളിയുള്ള ഭക്ഷണം, കയ്പുള്ള ഭക്ഷണത്തോട് ഒരു എതിർപ്പ്, അതിന് ജനറ്റിക് ഇൻഫ്ലുവൻസ്, ചില സ്റ്റഡീസ് ഉണ്ട് അങ്ങനെ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. പക്ഷെ പിന്നെ നമ്മൾ ജനറ്റിക് കോഡിൽ തീരുമാനിക്കും എല്ലാ ഭക്ഷണവും കഴിക്കണമെന്ന്. അപ്പൊ ഓക്കെ, നമ്മൾ മുസ്ലിങ്ങളെ ജനറ്റിക് കോഡിൽ അങ്ങനെയാണെന്ന് വിചാരിച്ച പോലെ ഇയാൾക്ക് മുസ്ലിങ്ങൾ ജനറ്റിക് കോഡിൽ ഹറാമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനല്ല എന്ന് വിചാരിച്ച പ്രശ്നം തീർന്നു ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്നല്ല. നീ പറഞ്ഞ ഇതിന്റെ ജീൻസ് ഒരിക്കലും നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ ജീൻസ് തീരുമാനിക്കുന്നില്ല. ഒരാൾ ഫുഡ് ഹാബിറ്റ്സ് തീരുമാനിക്കുന്നത് ജനറ്റിക്കലി ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന് എൻവിറോൺമെന്റ്, ആ കുട്ടി ജനിച്ചു വളർന്ന ഒരു എൻവിറോൺമെന്റ് അതിനെ സ്വാധീനിക്കാം. പിന്നെ ഇതില് പിന്നെ ജനറ്റിക്സിലൊക്കെ വലിയൊരു സ്റ്റഡി ഉണ്ട്. നമ്മളെ ഗട്ട് മൈക്രോബയോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വയറ്റിനകത്ത് ഒരു കുട്ടി ജനിച്ച് അതിന്റെ ഒന്നാമത്തെ ഫുഡ് തുടങ്ങുന്ന മുതൽ തന്നെ അതിൻ്റെ അകത്ത് ബില്യൺ കണക്കിന് മൈക്രോബ്സ് ഫോം ചെയ്യും. ആ മൈക്രോബ്സ് ആ കുട്ടിയുടെ ഫുഡ് ഹാബിറ്റ്സ് ഒരു പക്ഷെ തീരുമാനിക്കാം. അങ്ങനെ എൻവിറോൺമെന്റൽ ഫാക്ടർ തീരുമാനിക്കാം. അത് എപ്പിജനറ്റിക്സ് എന്നൊരു വേറൊരു മേഖല ഉണ്ട്. എന്റെ ജീനിന്റെ ജനറ്റിക് കോഡിന്റെ അപ്പുറത്ത് ചില ഫാക്ടേഴ്സ്, ആ എപ്പിജനറ്റിക്സ്, അതൊക്കെ എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ടാണ് കുട്ടി ജനിച്ചു വളർന്ന ഒരു സാഹചര്യം. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യക്കാർക്ക്, ഗൾഫിലുള്ളവർക്കൊക്കെ അറിയാം, ഈ ഫിലിപ്പിനോസിന്റെ ഫുഡിന്റെ അവർ ഫുഡ് ഉണ്ടാക്കുന്നിടത്തൊക്കെ ഭയങ്കര സ്മെല്ലാണ്. നമുക്കത് ഇഷ്ടാവില്ല ആ സ്മെല്ല്, മീനിന്റെ സ്മെല്ലൊക്കെ. അല്ലെങ്കിൽ വേറെ പിന്നെ അഫ്ഗാനിസ്ഥാനികളൊക്കെ താമസിക്കുമ്പോൾ അവരുടെ മട്ടന്റെ സ്മെല്ല് നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്ത്യക്കാർ പോലും നമ്മളിപ്പോ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു
OC പീപ്പിൾ അല്ലെങ്കിൽ ആൾക്കാർ യൂറോപ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇവരുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു മരുന്നിന്റെ സ്മെല്ലാണ്, കറി നമുക്കറിയില്ല. കറിയ സ്മെൽ നമുക്ക് ഉണ്ട് ഇത്രേ, അത് നമുക്കറിയില്ല, നമ്മളറിയില്ല, പക്ഷെ അവർക്ക് അത് മനസ്സിലാവും. അവര് പറയും ഇവിടെ ജനറ്റിക് ജീനോമിലുള്ള കോഡല്ല ഒരാളുടെ ഫുഡ് തീരുമാനിക്കുക. അപ്പൊ ഇയാൾ പറയുന്നത് അതിൽ പന്നിയൊക്കെ ഉണ്ട് എന്ന ആർഗ്യുമെന്റ് തെറ്റാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എൻവിറോൺമെന്റ് ഫാക്ടേഴ്സിന് റോൾ ഉണ്ട്. ലേൺഡ് ബിഹേവിയർ ആണ് ആ കുട്ടി എന്താണോ ചെറുപ്പത്തിൽ പഠിച്ചു വന്നത് ആ ഫുഡാണ്. പിന്നെ അതിന്റെ ചില കോഗ്നിറ്റീവ് ഫാക്ടേഴ്സ്, നമ്മൾ തോട്ട്സ്, ബിലീഫ്സ്, ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഒരാളുടെ ഫുഡ് ഹാബിറ്റ്സ് തീരുമാനിക്കും. പിന്നെ സെൻസറി എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ചില സ്മെല്ലിനോട്, അതിന് ചില ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവും. അല്ലാതെ പിന്നെ ഒരു കുട്ടി ഇതൊക്കെ ജീനാണ്, ആ ജീനോമിൽ ഇങ്ങനെ പന്നിയിറച്ചി കഴിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള ആർഗ്യുമെന്റ് സയന്റിഫിക്കലി റോങ് ആണ്. ഇയാൾക്ക് ബേസിക് സയൻസും അറിയില്ല, ഫുഡിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രത്തോളം നോൺസെൻസ് ഒറ്റ ക്ലിപ്പിൽ പറയാൻ അദ്ദേഹത്തിനെ പറ്റുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് ജീനുപരമായിട്ട് കാഷ്ടം തിന്നരുത് എന്ന് വല്ല സ്റ്റഡീസും ഉണ്ടോ? അല്ലെങ്കിൽ അയാൾക്ക് മനുഷ്യന്മാർക്ക് ഒരാൾക്ക് തോന്നുക എനിക്ക് ചാണകം കഴിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഗോമൂത്രം കുടിക്കുന്ന ആൾക്കാരില്ലേ വലിയ കാര്യം പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ഇയാള് കുടിക്കണ്ടെന്നാ പറയാ കുടിക്കാന്നാ പറയാ? ഇയാൾ എന്ത് പറയും അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കുമ്പോ? ഇയാള് പറയും ജീനിലുണ്ട് കുടിക്കണം, ജീനോമിലാണ് കുടിക്കണം എന്ന് പറയും. ശരി. അപ്പൊ നമ്മളിപ്പോ ഇയാള് തന്നെ കുടിക്കണ്ടെന്നാണ്, ഇയാള് വേറെ ജീവിയായി. ഇയാൾ നമുക്ക് ഗൊറില്ല ആക്കാം തൽക്കാലം. ഉറാങ്കുട്ടാനും ചിമ്മൻചില തീർന്നല്ലോ, ഒരു ഗൊറില്ല ബാക്കിയുള്ളൂ. ഓൾറെഡി ഞാൻ ലിബറൽസിന് കഴുതാന്ന് നെയിം ചെയ്തിട്ടുണ്ട്, ഇനി മാറ്റാൻ പറ്റില്ല. അല്ല, ഇത് ഇപ്പൊ ലിബറൽസ് സമ്മതിക്കൂല കേട്ടോ, ഇമാതിരി നോൺസെൻസ് പറയുന്നത്. നിനക്കെതിരെ കഴുതകൾ സമരം ചെയ്യും. ഇതൊക്കെ കേട്ടിരിക്കുന്ന ആളുകള്, എനിക്ക് പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾ ഇത് കേട്ടിരിക്കുമല്ലോ, പിന്നെ ഇയാൾ ഓഡിയൻസ് ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഒരു 10ാം ക്ലാസ്. പിന്നെ പുളിയുടെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ OH ഗ്രൂപ്പ്, എന്ത് ആൽക്കഹോള്, അതില് പുളി ഉണ്ടല്ലോ. നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പം കേട്ടു വരും, കുഴപ്പമില്ല, അതുണ്ടാവും. അങ്ങനെ കേൾക്കേണ്ട ആൾക്കാരാണ് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ആണത്. ജനറ്റിക് കോഡാണ്, പശുവിനറിയാം പുല്ല് വേറെ ആണ്, ഇതാണ്. പശു സ്കൂളിൽ പോകണില്ല, പശു ബയോളജി പഠിക്കണില്ല, പശു ഫിസിക്സ് പഠിക്കണില്ല, പശു ഭക്ഷണം വേവിച്ചല്ല കഴിക്കുന്നത്. പിന്നെ ഇയാള് പറയുന്ന വേറൊരു ആർഗ്യുമെന്റ് ബാക്കിയുള്ളവരൊക്കെ ഡാഷ് ആണോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമ്മൾ ആരെയും എന്ത് ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല ഒരു രീതിയിലും. ഞങ്ങൾ നമ്മുടെ ഇസ്ലാമിലേക്കുള്ള കോള് തന്നെ എന്തല്ല, പന്നിമാംസം കഴിക്കരുത് എന്നുള്ളതല്ലല്ലോ. പന്നിമാംസം വളരെ ഒരു ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ്, കബായിർ പോലും അല്ല, അതായത് വൻപാപം പോലും അല്ല. അപ്പൊ പിന്നെ നമ്മള് അതിലേക്കല്ല നമ്മൾ വിളിക്കുന്നത് നിങ്ങളെ റബ്ബ് ഇതാണ്, അള്ളാഹു ആണ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതിലേക്കാണ്, അല്ലാതെ വേറെ ഒന്നിക്കുമല്ല. പക്ഷെ പുള്ളി പറയുന്നത് എന്താണ്, ഈ പറയുന്നത് പന്നിമാംസം കഴിക്കാത്ത ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെയാണോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അവിടെ ഈ പുള്ളിക്ക് എന്താണ്, പുള്ളി വിചാരിക്കുകയാണ് നമ്മുടെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, പന്നിമാംസം കഴിക്കാൻ പറ്റാത്തവർ ബാക്കിയുള്ളവരൊക്കെ പന്നിമാംസം കഴിക്കരുത് എന്ന് പറയുന്ന ആൾക്കാരാണെന്ന്. പുള്ളിക്ക് അവിടെ എന്തുണ്ട്, പുള്ളി അവിടെ ഈ വലിയൊരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തണ്ടേ. മുസ്ലിങ്ങൾക്ക് വളരെ ഒരു ചെറിയ പാപമായിട്ടുള്ള, ഇനിയിപ്പോ ഇപ്പൊ ഫിഖ് എന്ന് പറയുന്നത് ഇസ്ലാമിക്. നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ ഫുവാദ് ഇദ്ദേഹത്തിന്റെ ഓഡിയൻസിനോട് എന്തുകൊണ്ട് ഇസ്ലാം പന്നിയിറച്ചി കഴിക്കരുത്, അല്ലെങ്കിൽ ഇസ്ലാം ചില നിർദ്ദേശങ്ങൾ വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഒരു 3-4 മിനിറ്റിൽ കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ഓഡിയൻസിനൊക്കെ ആ ഒരു മെസ്സേജ് കിട്ടാവുന്ന രൂപത്തിൽ അല്ലെ. അതിന്റെ മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇത് പറ്റുമെങ്കിൽ ഈ സാധനം ആഡ് ചെയ്താൽ മതി. ഒറ്റ കാര്യം അത് പറയൂ. അതായത് പണ്ട് ഒരിക്കല് എന്റെ കമ്പനിയിൽ ഒരാളായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ അയാൾ പറഞ്ഞ് പന്നിയിറച്ചി എന്തിനു കഴിക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞ് ഒരാള് നിനക്ക് പന്നിയിറച്ചി തന്നു, നീ ചോദിച്ചത് എന്താന്ന്. അപ്പൊ അയാൾ പറഞ്ഞ് പോത്തിന്റെ ഇറച്ചിയാണെങ്കിൽ ഒട്ടകത്തിന്റെ ഇറച്ചിയാണെന്ന് പറഞ്ഞു, കൺഫേം ചെയ്തു, കഴിച്ചു. പക്ഷെ അത് പന്നിയിറച്ചി ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചു. വയറ്റിൽ നിന്ന് മറ്റേ എന്താ ദഹിക്കാത്ത സംഭവം, എന്തൊരു പുഴുക്കൾ, അങ്ങനെ സീനുണ്ടല്ലോ. ഞാൻ പറഞ്ഞ് നമ്മൾ കഴിക്കുന്നത് ആ സാധനം നമ്മൾ വയറ്റിൽ പോവരുത് എന്ന് വിചാരിച്ചിട്ടല്ല, അള്ള പറഞ്ഞുകൊണ്ട് കഴിക്കുന്നില്ല. അപ്പൊ ഇൻ കേസ് ഇപ്പൊ നമ്മൾ കഴിച്ചുപോയി, കുഴപ്പമില്ല, കഴിച്ചു പോയതല്ലേ. ഇപ്പൊ നേരത്തെ ഫുവാദ് പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഒരു മരുഭൂമിയിൽ പെട്ട് വേറൊരു ഭക്ഷണവും ഇല്ല, അതിനെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വേറെ സ്പീഷീസ് ആക്കുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബുദ്ധിയില്ലായ്മയുടെ കൊടിമുട്ടി. ഒന്ന് രണ്ട് പോയിന്റ് ഇതിനെ തുടക്കത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ആണ്. അദ്ദേഹം പറയുന്നത് ദൈവം ഒരുപാട് ജീവികളെ സൃഷ്ടിച്ചു. ഇത്ര നേരം അദ്ദേഹം ദൈവത്തിന് ഇല്ലാന്ന രീതിയിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇത്ര നേരം പറഞ്ഞ കാര്യം ദൈവം ഇല്ല എന്ന രീതിയിലുള്ള പ്രസന്റ് ചെയ്തിട്ട് അദ്ദേഹം ഇപ്പൊ പറയുന്നത് ദൈവം ഒരുപാട് ജീവികളെ സൃഷ്ടിച്ചു. ഓക്കെ, പിന്നെ അദ്ദേഹം പറയാണ് എല്ലാത്തിനും കഴിക്കാൻ പറഞ്ഞു. എവിടെ പറഞ്ഞു?
അല്ല എവിടെ പറഞ്ഞു? പറഞ്ഞത് തെളിവ് വേണ്ടേ? അപ്പൊ തെളിവില്ലാതെ എന്ത് പറയുന്നതിൽ അത് അന്ധവിശ്വാസം എന്ന് പറയും. അപ്പൊ അങ്ങനെ നിങ്ങൾ അന്ധവിശ്വാസിയാ? അത് നിങ്ങൾ പറഞ്ഞു ഇന്ന തെളിവ് ഇന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, എവിടെ പറഞ്ഞു? ഒക്കെ അവിടെ അപ്പൊ അദ്ദേഹത്തെ തോന്നിയ രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു, പറഞ്ഞു. അടുത്ത അദ്ദേഹം പറയാണ് എന്നിട്ട് അതില് ചിലത് കഴിക്കരുത് ചിലത് കഴിക്കണം എന്ന രീതിയിൽ ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന് അദ്ദേഹം പറയണത്. പിന്നെ ഇവിടെ ഇവിടെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല ശരിക്കും ഉള്ളത്. അവിടെ ഉള്ളത് മനുഷ്യന്റെ ജനറ്റിക്കിൽ തന്നെ ജീനോമിൽ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇന്നത് കഴിക്കണ്ട എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, ഇവിടെ വിഷം കുടിച്ച് കുറെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു? പിന്നെ അദ്ദേഹം പറഞ്ഞ വേറെ അൾട്രാ ബ്ലണ്ടർ എന്താ അറിയോ? വേറെ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു ജനറ്റിക് കൂടെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. അടുത്ത വലിയൊരു ബ്ലണ്ടർ എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, പുളിപ്പ് കയ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു വസ്തു ഒരു ഭക്ഷണം മോശമാണ്, ശരീരത്തിന് ഹാനികരമാണ് എന്നൊരു തെളിവാണെന്ന്. എന്ത് തെളിവാണ് അതിലുള്ളത്? ഒരു തെളിവില്ല. കൈപ്പക്ക എനിക്ക് ഇഷ്ടമുള്ള സാധനം, അതിന്റെ മുമ്പ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നേ. എനിക്ക് ഇഷ്ടമല്ല, എന്നെ കൂടെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന സാധനമാണ് ഈ കൈപ്പക്ക എന്ന് പറയുന്നത്. പുളിയുള്ള സാധനം നമ്മൾ കുടിക്കാറില്ലേ? പുളിയുള്ള ജ്യൂസ് നമ്മൾ ജുനൈദ് വേറെ കുടിക്കാറുണ്ട്, സ്പീഷീസ് ആണ്. ഫ്രൂട്ട്സ് എനിക്ക് കയ്പ കഴിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. ജുനൈദ് നീ വേറെ സ്പീഷീസ് ആണ്. ഞാൻ വേറെ ലെവലിലേക്ക് ഹോമോസാപ്പിയൻസ് ഔട്ടാക്കി. അപ്പൊ എനിക്ക് പറയേണ്ടത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സയൻസിനെ കുറിച്ച് സംസാരിക്കുകയും സയൻസ് വ്യക്തമായിട്ട് മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റഡി വെച്ച് സംസാരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് വീണ്ടും വലിയ അബദ്ധമായി വരും. ഇത് സ്യൂഡോ സയൻസ്. അപ്പൊ പറഞ്ഞ മൊത്തം സ്യൂഡോ സയൻസ്. ഇതിന് വീണ്ടും വേറെ ആക്കി വന്നിട്ട് എന്തെങ്കിലും നമ്മൾ വേറെ വന്ന ടീം ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ ഞങ്ങൾക്ക് വന്നിരിക്കേണ്ട അവസ്ഥ വരാൻ കാരണം എന്താ? ഈ വീഡിയോയിൽ ഇത് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഹോമോസാപ്പിയൻസ് ജെ വിഭാഗം, സോറി വേർഷൻ ജെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത് ഇപ്പൊ ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറയുന്നതില്ലേ, അത് എത്രത്തോളം ലിബറൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അതായത് ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ അതിനെ അടിസ്ഥാനമായിട്ട് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് അടിസ്ഥാനമായിട്ട് ഫുറൂഹുൽ ഫിഖ് ഉണ്ട്, അതായത് പുറമേക്കുള്ള ബാഹ്യമായിട്ടുള്ള ഫിഖ്. അത് ശാഖാപരമാണ്, അത് മാറിക്കൊണ്ടിരിക്കും. അതിൽ പെട്ടാണ് നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ ഫുറൂഹാണ്. ഉസൂലുൽ ഫിഖ് ഉണ്ട്, ഫിഖ് ഉണ്ടാക്കുന്ന അതിനെ ഇങ്ങനെ വിഷയങ്ങൾ ചെയ്യണം, ആഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സയൻസ് ആണ്. ഖവായിദുൽ ഫിഖ് ഉണ്ട്. ഖവായിദുൽ ഫിഖ് പറഞ്ഞാൽ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇത് അപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യമാണല്ലോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. അപ്പൊ അതില് ഒരു ഖവായിദുൽ ഹംസിൽ പെട്ട ഒരു മസലയാണ് മസായിലുൽ ഫിഖ്ഹിയ എന്ന് പറയുന്നത്. എങ്ങനെ ഇതിന്റെ വിഷയങ്ങൾ, അതിൽ പെട്ട 2 വിഷയമാണ് മസ്ലഹത്തും മഫ്സിദത്തും നോക്കുക എന്നുള്ളത്. അതായത് അതിന്റെ ഗുണങ്ങളും പ്രോസും കോൺസിനും അനുസരിച്ചിട്ട്. ഇപ്പൊ ഒരാൾ മരിക്കുക എന്ന് പറയുന്നത് എന്താണ്? മഫ്സിദത്താണ്, അതൊരു കോൺസിക്വൻസസ് ആണ്. അപ്പൊ ആ കോൺസിക്വൻസസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഈ പന്നിമാംസം കഴിക്കുക എന്ന് പറയുന്നത് ചെറിയ മഫ്സിദത്താണ്, ചെറിയൊരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യും, എടുക്കും. അതായത് നമ്മളൊരു മരുഭൂമിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പന്നിമാംസം കഴിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ പറയാം, നമ്മളാണ് കറക്റ്റ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് പറയുന്നത്. അതുകൂടെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ആർക്കെങ്കിലും വേറെ വിഷയങ്ങൾ ഇതില് ആഡ് ചെയ്ത് പറയാനുണ്ടോ? ഇല്ല, എല്ലാം ക്ലിയർ ആയല്ലോ അല്ലെ? ക്ലിയർ ആയി. അപ്പൊ ഇത്രേ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. അള്ളാഹു ഖുർആനിലൂടെ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവമുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ആ ഭാഗത്ത് ചിന്തിക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടില്ല. അപ്പൊ ദൈവമുണ്ടെന്ന് ഉറപ്പാണ്. ആ ദൈവം സംസാരിച്ചിട്ടുണ്ട്, വചനങ്ങളിലൂടെ പ്രവാചകന്മാരോട് സംസാരിക്കുകയും ഞങ്ങൾ നിയമങ്ങൾ കൊണ്ടുവന്ന് തരുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞതിൽ പോലെയാ വിട്ടുപോയത്, ഇദ്ദേഹം ജനറ്റിക്കലി ആ ഫുഡ് കഴിക്കണോ കഴിക്കണ്ടേ എന്ന് കോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം വരുന്നത് വേറൊരു സംഭവത്തിലേക്കുള്ള ലീഡ് കൂടിയാണ്. അത് ധാർമ്മികത അത് ഓൾറെഡി ഫിക്സ് ചെയ്തപ്പെട്ടു എന്നുള്ളൊരു ലീഡ് കൂടിയാണ് അത്. അപ്പൊ നന്മയും തിന്മയും ഇതേപോലെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അത് മനുഷ്യന്റെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട്. ഇൻസെസ്റ്റ് ആയാലും ശരി, അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസേജ് ആയാലും ശരി, ഏത് ഇമ്മോറൽ പ്രോഗ്രാം നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങൾ അത് അങ്ങനെയല്ല. അതൊരു വിശ്വാസത്തിന്റെ ആവശ്യമൊന്നുമില്ല, അതെല്ലാം കോഡിലുണ്ട് എന്നുള്ള ഒരു ആശയത്തിലേക്ക് കൂടിയാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് വേറെ പ്രോഗ്രാമായിട്ട് തന്നെ ധാർമ്മികതയെ കുറിച്ച് വേറെ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് അള്ളാഹു കൃത്യമായിട്ട് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നന്മയും തിന്മയും എന്താണെന്നുള്ളത്. ഇതിലെല്ലാം വരും. ഇസ്ലാമിന് നന്മ ചെയ്യാനോ അല്ലെങ്കിൽ അത് ചെയ്തു കൊള്ളാനൊക്കെ ഉള്ള ഒരു പെർമിഷൻ കൊടുത്ത എന്ത് കാര്യമോ അത് നന്മയാണ്. അള്ളാഹ് വിരോധിച്ച സകലം തിന്മയാണ്. അത്ര സംശയം, അത്ര തീർന്നു. ഡിവൈൻ മൊറാലിറ്റിയാണ്. പടച്ചതമ്പുരാൻ നിരോധിച്ചതെല്ലാം തിന്മയാണ്. അപ്പൊ അള്ളാഹു നിരോധിച്ചു പന്നിയിറച്ചി കഴിക്കുന്നത് തിന്മയാണ് വിശ്വാസം സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബേസിൽ ഒരുപാട് സ്റ്റഡി നടന്നിട്ടുണ്ടാവാം.
ആളുകൾ ആ സ്റ്റഡീസ് പറയുന്നുണ്ടാവാം, അതെല്ലാം അവർ പറഞ്ഞോട്ടെ, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മളെ വിശ്വാസം വരുന്നത് ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. അള്ളാഹു പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, കഴിഞ്ഞോ? ഇതില് വേറൊരു കാര്യം നിർത്തുന്നതിന് മുമ്പ് ഒരു വിഷയം കൂടി പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇതില് ഈ വീഡിയോയിൽ നമുക്ക് സമർത്ഥിക്കാനുള്ള 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഇയാൾ എത്രത്തോളം ഇഗ്നോറന്റ് ആണെന്നുള്ളത്. ഇയാൾക്ക് മതത്തെക്കുറിച്ച് അറിയില്ല, വിശ്വാസങ്ങളെ കുറിച്ച് അറിയില്ല, അത് വെക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. പിന്നെ രണ്ടാമത്, ഇയാൾ തന്നെ കോൺട്രഡിക്ടറി ആയിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളുണ്ട്. അതായത് നമ്മൾ പറയുമ്പോൾ, നമ്മൾ മതം ഒരു കാര്യം ഹറാമാണ് അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് എല്ലാവരും എടുക്കേണ്ടതായിട്ടാണ് ഇയാൾ പറയുന്നത്. എന്നാൽ ഇയാൾ അതേ കാര്യം തന്നെ തിരിച്ചു പറയുമ്പോൾ എന്താണ്, നമ്മളെല്ലാരും ചെയ്യുന്നത് ഇവർക്ക് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ പറയാം. ഫാഷിസം ആയിട്ട് വരുന്നുണ്ട്. ഇയാൾ അവിടെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇയാൾക്ക് തന്നെ ഇയാൾ പറയുന്നതിനെ കുറിച്ചിട്ടുള്ള വസ്തുത എന്താണെന്ന് ഇയാൾക്കൊരു ധാരണ ഇല്ല. അതുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ മൂന്നാമത്, ഇത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അവസാനമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇയാളെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അയാളെ പിന്തിരിപ്പിക്കുക. കാരണം അയാൾ നാളെ എന്താവും, ഈ രീതിയിലുള്ള അബദ്ധങ്ങളും മണ്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളായിട്ട് മാറാനും, അതേപോലെ തന്നെ ഡ്രഗ് അഡിക്റ്റ് ആവാനും, പിന്നെ മോശം ഭാഷ ഉപയോഗിക്കുന്നത്, ഈ വീഡിയോയിൽ തന്നെ അയാൾ തെറി വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തെറി വിളിക്കുന്ന ഒരാളായിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും ലിബറൽസ് പോലും വിചാരിച്ചു പോയത് ഇയാൾ ലിബറൽ ആണെന്ന്. കാരണം ഇയാൾക്ക് യാതൊരു രീതിയിലുള്ള ജനാധിപത്യ ബോധമല്ല, ഒരു രീതിയിലുള്ള ആശയവും ഇല്ല. ഇയാള് തന്നെ ഒരു ആശയത്തിന്റെയും വക്താവല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്.